അങ്ങനെയാണെങ്കിൽ അവർ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, ഒരു വല്ലാതെ അസ്വസ്ഥരാകുകയാണല്ലോ. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഇവിടെ മണ്ഡലത്തിൽ വരുമ്പോൾ അതിനെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. UDFൻ്റെ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുന്നത് സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഒരു മുന്നണിയുടെ പ്രചരണത്തിന് ആര് വരണം എന്നൊക്കെ ആ മുന്നണിയല്ലേ തീരുമാനിക്കുന്നത്. മറ്റുള്ളവർക്ക് അതിലെന്ത് കാര്യം? അവരവരുടെ കാര്യം നോക്കുന്നു പറയാനല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിൻ്റെ പ്രതികരണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ അസ്വസ്ഥതയ്ക്ക് ഇപ്പം നമുക്ക് പരിഹാരമൊന്നും ചെയ്യാനില്ല. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്നപ്പം ഈ പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുന്നു, അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത്, അത്തരത്തിലുള്ള ആരോപണം വീണ്ടും പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. പെൻഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ. പെൻഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്തത്. ഈ മാസം കൊടുത്തത്, ഈ മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമവുമില്ല. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം 60 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുകയാണ്. 60 ലക്ഷം. LDF സർക്കാർ വന്നതിന് ശേഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. ഇത് ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല. കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് 1600 രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടോ? 60 ലക്ഷം ഗുണഭോക്താക്കളുണ്ടോ? നിങ്ങളൊന്ന് അന്വേഷിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ ചില അസൂയൊക്കെ ചിലപ്പോൾ നമ്മളോട് തോന്നുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകും. ഒരു നേതാവും ജനങ്ങളുടെ മുൻപിൽ പരിഹാസ്യരാകാതിരിക്കട്ടെ എന്ന് ആശിക്കാനല്ലേ നമുക്ക് പറ്റൂ. കേരളത്തിൽ എല്ലാ മാസവും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളത് അനുഭവിക്കുകയാണ്. അതിനെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ചതിലെ ഹൃദയശൂന്യതയാണ് വിമർശിക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. 60 ലക്ഷം മനുഷ്യർ കൈക്കൂലി വാങ്ങുന്നവരാണ്. അപ്പോൾ ജനങ്ങളോട് ബഹുമാനമില്ലാതാവുകയും രാഷ്ട്രീയമായ ഏറ്റവും വലിയ പാപ്പരത്വത്തെ നേരിടുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവർ വിമുക്തരായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അത്ര പ്രാധാന്യം അതിനൊക്കെ കൊടുക്കുന്നുള്ളൂ. ഈ അൻവർ ഫാക്ടർ CPM-ന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കും തോന്നുന്നുണ്ടോ? കുറേക്കെങ്കിലും CPM-നെ കുറച്ച് വോട്ട് പോകുന്നുള്ളൊരു ആശങ്കയുണ്ടോ? ഇതിലേക്ക് വലിയ തരത്തിലുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാനും കണ്ടിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നതൊക്കെ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി വേണമല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. തുടക്കം മുതലേ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ അതിന് തുടക്കം മുതലേ മറുപടിയും പറയുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എവിടെയെങ്കിലും ഞാൻ പ്രസംഗിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പരാമർശിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. ഞങ്ങൾ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മറ്റിത്തരം വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ബോധർ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതൊന്നും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കേണ്ട ഒരു വിഷയമായി ഞങ്ങൾ കാണുന്നു പോലുമില്ല.